ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ബാക്ക് ടു സ്കൂൾ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറൊന്നുമല്ല, ഒരു സ്കെയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3.5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും വരുന്ന 2 പീസ് ഓഫ് കാർഡ്ബോർഡ് ഇതേപോലെ കട്ട് ചെയ്ത് ഒരുമിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒന്ന് കവറും കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് 4 സൈഡും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഡിസൈൻ ചെയ്യാം. ഞാൻ ആദ്യം ഭയങ്കര അടിപൊളി ഡിസൈനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തോ എനിക്കും അതിന് മനസ്സ് വന്നില്ല. എവിടെയോ എന്തോ കൊളാവുമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊരു സിമ്പിൾ ഡിസൈൻ ഒതുക്കി ജസ്റ്റ് ഇതേപോലെ വരച്ചിട്ട് ബ്രഷ് പെൻ യൂസ് ചെയ്തൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്രഷ് പെന്നിൻ്റെ ആണെങ്കിലോ മിക്കതിൻ്റെ ഇങ്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആകെ കുറച്ചെണ്ണത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഇങ്ക് ബാക്കിയുള്ളത്. അടുത്തതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതേപോലെ ഒരു ഒറിജിനൽ സ്കെയിലെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് 0 തൊട്ടിട്ട് 15 സെൻറ്റിമീറ്റർ വരെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് തെറ്റാതെ കറക്റ്റ് രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ആ ഒരു അളവൊക്കെ സെറ്റായി കിട്ടത്തുള്ളൂ. ഇനി 0 തൊട്ടിട്ട് 1 വരെ ഇതേപോലെ നമ്പേഴ്സ് എഴുതി കൊടുക്കുക. ഓരോന്നിൻ്റെയും നടുക്ക് ഒരു ലൈന് വെച്ച് വിടണം കേട്ടോ. അത് നമ്മുടെ 0.5 അതായത് 1.5 2.5 അങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തായാലും നമ്മളങ്ങനെ ലൈൻസ് വരച്ചിട്ടുണ്ടാക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ സ്കെയിലിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടി ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ നമ്പേഴ്സൊക്കെ ഒന്നും കൂടി ഒന്ന് കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ നോക്കണ്ടേ. സത്യം പറഞ്ഞ കേസ് ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്ര അടിപൊളി ഇത് യൂസ് ചെയ്ത് വരക്കാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ലൈൻസ് ഒന്നും ഒട്ടും ചെരിവും വളവില്ലാതെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. ഇനി നാളെ കാണാം.